ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ എടുക്കുന്നത്. എന്നും ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഒരിക്കൽ കൂടി എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേ. ഞാൻ അമ്മയാണ് കേട്ടോ, എന്നെ വിഷ് ചെയ്തോളാം. എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ആരംഭിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇന്നുണ്ടാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് വെച്ചാൽ പഴം ഗീ റോസ്റ്റ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണത് ഞാൻ കാണിക്കട്ടെ. ആദ്യം പഴം അരിയണം, എന്നിട്ട് ഓരോന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങളെ കണ്ടോട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഇടാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നെയ്യ് യൂസ് ചെയ്യണത്. ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിൽ നെയ്യും മുട്ടയൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവും കേട്ടോ. ആ ദിവസത്തേക്ക് മുഴുവൻ വേണ്ട എനർജി അതിൽ നമുക്ക് കിട്ടും. കാർബോഹൈഡ്രേറ്റ് എപ്പോഴും അവോയ്ഡ് ചെയ്യണത് നല്ലത്. എങ്ങനെയായാലും നമ്മളറിയാതെ നമ്മുടെ വയറ്റിലേക്ക് ഏതിലെങ്കിലും വഴി കാർബോഹൈഡ്രേറ്റ് ആവശ്യമുള്ളത് പോകുന്നുണ്ട്. പിന്നെ നമ്മളത് മെൻഷൻ ചെയ്ത് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഈ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇടാം കേട്ടോ. ഫസ്റ്റ് ഈ അണ്ടിപ്പരിപ്പിന് നല്ല വറുക്കണം. എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും എളുപ്പമാണ്, നല്ല ഹെൽത്തിയാണ്. നമുക്ക് നല്ല ചെറുപ്പം കിട്ടും, കുറേ പൊണ്ണത്തടി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എല്ലാവരും 2 പേരൊക്കെ അധികം ഉണ്ടാവുള്ളൂ വീട്ടിൽ. അപ്പോൾ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നല്ല കറക്റ്റ് ഇത് റോസ്റ്റായിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് കാഷ്യൂ നല്ല ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്തത് പഴം ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതും ഈ പഴം ഉണ്ടല്ലോ, ഇത് പഴുപ്പ് നല്ല പഴുത്തിട്ടില്ല. അപ്പോൾ ഒന്ന് വാട്ടിയെടുക്കാൻ നല്ലതാണ്. വാട്ടിയെടുക്കണം, എന്നാലും ഇത് നന്നായി ഒന്ന് വാട്ടണം. ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നമുക്ക് ശരീരത്തിനും നല്ലതാണ്. പണിയധികം ചെയ്യും വേണ്ട, എല്ലാം കൊണ്ട് നമുക്കിത് നല്ലതാണ് കേട്ടോ. പണി കഴിഞ്ഞ് ഇത്രയ്ക്കുള്ളൂ. ഇത് വാടുമ്പോൾ ഇത്തിരി തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇന്ന് പിന്നെ മദേഴ്സ് ഡേ പ്രമാണിച്ച് കുറേ നേരം അടുക്കളയിൽ നിൽക്കാൻ വേണ്ട. എനിക്ക് ഞായറാഴ്ച എന്നും തലവേദനയാണ്. ശനിയാഴ്ച ഞാൻ തല കുളിക്കും. എനിക്ക് തല കുളിക്കാൻ അധികം പാടില്ലാത്ത ആളാണ്. അപ്പോൾ പള്ളിയിൽ പോകണ്ടേ, രാവിലെ വിചാരിച്ചിട്ട് തല കുളിക്കും ഈവനിങ്. എന്നും തലവേദനയാണ്. ഇനി ഈവനിങ് പള്ളിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. 5:30 കുർബാനയ്ക്ക് പോകും. എന്തോ പറയാമൊന്നും അത് പറഞ്ഞു. അതിപ്പോഴത്തെ ഒരു അസുഖമാണ്. എന്തെങ്കിലും പറയാൻ വരും, മറക്കും. ഒന്ന് വാടി കിട്ടിയാൽ നമുക്ക് തേങ്ങിയിട്ട് ഒന്നിളക്കാം. പഞ്ചസാര ഒന്നും ഇടരുത് കേട്ടോ. ഇത് നമ്മൾ വയ്യാത്തവർക്ക്, ഷുഗർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ടുള്ള ഹെൽത്തി ഫുഡാണ് ഉണ്ടാക്കണം. ഒരു കാരണവശാലും മധുരം ചേർക്കരുത്. പഴത്തിലുള്ള മധുരം മാത്രം മതി. നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ മധുരം പഞ്ചസാര
നാട്ടുചക്കരയോ തേന എന്ത് വേണേലും ഒഴിച്ചോ. തേനും വലിയ കഴിക്കാനൊന്നും പാടില്ല കേട്ടോ. ആൾക്കാർ പറയും തേൻ നല്ലതല്ലേ. തേൻ അത്ര നല്ലതൊന്നുമല്ല. ഷുഗറുകാർക്ക് മധുരം അത്ര നല്ലതൊന്നുമല്ല. ഇത് നല്ലതാണ്. ഈ പഴം കഴിക്കും. അപ്പോൾ അതൊന്ന് റോസ്റ്റായിട്ടുണ്ട് കേട്ടോ. 3 മിനിറ്റായി. ഇപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചധികം തേങ്ങ ഇടാം. തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് 3 പിടി തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തേങ്ങ മുഴുവൻ ഇടാം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്തിരി നേരം അത് മൂടി വയ്ക്കാം. ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് മൂടി വയ്ക്കാം. അവിടെ ഇത്തിരി നേരം ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു മുട്ട എഗ് ബുൾസൈൻ ഉണ്ടാക്കാം. ആ മുട്ട ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ലൈറ്റായിട്ട് നുള്ളിൽ ഇട്ട് വിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ പെപ്പർ പൊടിച്ച് വെച്ചിട്ടില്ല. പൊടിച്ച് വെക്കണ്ടേ. അപ്പോൾ അതായി. ഇനി നമുക്കൊരു ഫ്രൂട്ട്സ് മാതളം അവിടെ ഉള്ളത് കേട്ടോ. ഓഫ് ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ മാതളം നമുക്ക് പൊളിക്കാം. ഇപ്പോൾ നമുക്കിത് എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേറ്റിനിങ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് പഴം ഗീ റോസ്റ്റ് ഇടാം. ഗീ റോസ്റ്റ് ഇട്ടു. കുറച്ചും കൂടി എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അപ്പുറം എഗ്ഗ് ബുൾസൈൻ വയ്ക്കാം. നമുക്ക് നമ്മുടെ ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ സമീകൃതാകാരം കഴിച്ചാൽ എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ കഴിക്കണം. ഇതിന് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെയാണ്. പഴം ഉണ്ടാവും, നെയ്യ് ഉണ്ടാവും, മുട്ടയുണ്ടാവും. ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഇല്ലാതിരിക്കില്ല. ഇപ്പോൾ പണ്ടത്തെ മാതിരിയൊന്നും അല്ലല്ലോ. എല്ലാവരും ജോലിക്ക് പോലും സമ്പാദിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക. കുറേ ഇഡ്ഡലിയും ദോശയും ചോറും കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെ നിറയ്ക്കേണ്ട ഒരാവശ്യമില്ല. കുറേ കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ട് എന്താ കിട്ടാൻ പോണത്? ഇങ്ങനെ എപ്പോഴും ഉറക്കം തൂങ്ങിയിട്ടിരിക്കണം. എനിക്ക് ഇത്ര വയ്യായി ഉണ്ടെങ്കിലും ഞാൻ ആക്റ്റീവായിരിക്കണത് എന്തുകൊണ്ടാണ്? ഞാനിങ്ങനെ കാർബോഹൈഡ്രേറ്റ് കുറച്ചത് കൊണ്ട്. ആദ്യം എനിക്കും അറിയില്ലായിരുന്നു. ഞാനൊരു 5-6 കൊല്ലമായിട്ടാണ് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചത്. അപ്പോൾ നല്ല ഗുണമുണ്ട്. അതുമാതിരി കാലത്തൊരു മുട്ട കഴിക്കുക. ഗീ 1 സ്പൂണ്, ഗീ ഒരാൾക്ക് 1 സ്പൂണ്. ഞാൻ 2 ആളുള്ളതുകൊണ്ട് 2 സ്പൂൺ ഇട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല അസുഖത്തിനും ബെറ്റർ ഉണ്ടാവും. നമുക്ക് ആക്റ്റീവായിരിക്കാം. കുറേ വയറങ്ങോട്ട് നിറഞ്ഞിട്ട് പാമ്പേരെ വിണിങ്ങ മരിക്കെടുക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കാം. അപ്പോൾ ഓക്കെ കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോട്ടെ. നിങ്ങളും കഴിക്കാം കേട്ടോ. ബൈ.